ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. രൂത്ത് 1-2 അധ്യായങ്ങൾ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള 25 ചോദ്യങ്ങളടങ്ങുന്ന ബൈബിൾ ക്വിസാണിത്. വീഡിയോ കണ്ടതിനു ശേഷം ക്വിസ് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തു നോക്കാൻ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കാരംഭിക്കാം. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിലെന്തുണ്ടായി? ഓപ്ഷനുകൾ: എ. വെള്ളപ്പൊക്കം, ബി. യുദ്ധം, സി. ക്ഷാമം, ഡി. മഹാമാരി. ശരിയായ ഉത്തരം സി. ക്ഷാമം. യൂദായിലെ ഏത് ദേശകാരനായിരുന്നു എലിമെലെക്ക്? ഓപ്ഷനുകൾ: എ. യെരൂശലേം, ബി. ഗലീല, സി. ബേത്ലഹേം, ഡി. നസ്രേത്ത്. ശരിയായ ഉത്തരം സി. ബേത്ലഹേം. എലിമെലെക്കൻ കുടുംബവും ഏത് ദേശത്താണ് കുടിയേറി പാർത്തത്? ഓപ്ഷനുകൾ: എ. അരാം, ബി. ഫിലിസ്ത്യ, സി. മിസ്രയീം, ഡി. മോവാബ്. ശരിയായ ഉത്തരം ഡി. മോവാബ്. നവോമിയുടെ ഭർത്താവിന്റെ പേര് എന്തായിരുന്നു? ഓപ്ഷനുകൾ: എ. മഫ്ലോൺ, ബി. കിലിയോൺ, സി. ബോവാസ്, ഡി. എലിമെലെക്ക്. ശരിയായ ഉത്തരം ഡി. എലിമെലെക്ക്. നവോമിയുടെ പുത്രന്മാരുടെ പേരുകൾ എന്തെല്ലാം? ഓപ്ഷനുകൾ: എ. യാക്കോബ് ഏശാവ്, ബി. സെബദി യോഹന്നാൻ, സി. കയീൻ ഹാബേൽ, ഡി. മഹളോൻ കിലിയോൺ. ശരിയായ ഉത്തരം ഡി. മഹളോൻ കിലിയോൺ. എലിമെലെക്കിന്റെ കുടുംബം ഏത് വർഗത്തിൽപ്പെട്ടവരായിരുന്നു? ഓപ്ഷനുകൾ: എ. യഹൂദ്യർ, ബി. എഫ്രാത്യർ, സി. ലേവ്യർ, ഡി. ബെന്യാമിന്യർ. ശരിയായ ഉത്തരം ബി. എഫ്രാത്യർ. മോവാബിൽ വെച്ച് ആദ്യം മരിച്ചതാര്? ഓപ്ഷനുകൾ: എ. നവോമി, ബി. മഫ്ലോൺ, സി. കിലിയോൺ, ഡി. എലിമെലെക്ക്. ശരിയായ ഉത്തരം ഡി. എലിമെലെക്ക്. നവോമിയുടെ പുത്രന്മാർ വിവാഹം കഴിച്ച സ്ത്രീകൾ ഏതു ദേശക്കാരായിരുന്നു? ഓപ്ഷനുകൾ: എ. ഇസ്രായേല്യർ, ബി. കനാന്യർ, സി. മോവാബ്യർ, ഡി. അരാമ്യർ. ശരിയായ ഉത്തരം സി. മോവാബ്യർ. മഹളോന്റെയും കിലിയോന്റെയും ഭാര്യമാരുടെ പേരുകൾ എന്തെല്ലാം? ഓപ്ഷനുകൾ: എ. സാറ റെബേക്ക, ബി. ഓർഫ റൂത്ത്, സി. ഹന്ന പെനിന്ന, ഡി. രാഹേൽ ലേയ. ശരിയായ ഉത്തരം ബി. ഓർഫ റൂത്ത്. എത്ര വർഷമാണ് അവർ മൊവാബിൽ താമസിച്ചത്? ഓപ്ഷനുകൾ: എ. 12 വർഷം, ബി. 10 വർഷം, സി. 5 വർഷം, ഡി. 7 വർഷം. ശരിയായ ഉത്തരം ബി. 10 വർഷം. മൊവാബിൽ വെച്ച് മഹളോനും കിലിയോനും മരിച്ചപ്പോൾ നവോമിക്ക് ആരെല്ലാം ശേഷിച്ചു? ഓപ്ഷനുകൾ: എ. ആരുമില്ല, ബി. ഭർത്താവു മാത്രം, സി. 2 പുത്രന്മാർ, ഡി. 2 മരുമക്കൾ മാത്രം. ശരിയായ ഉത്തരം ഡി. 2 മരുമക്കൾ മാത്രം. കർത്താവ് തന്റെ ജനത്തിന് എന്ത് നൽകിയെന്നാണ് നവോമി കേട്ടത്? ഓപ്ഷനുകൾ: എ. വിജയം, ബി. ഭക്ഷണം, സി. സ്വർണം, ഡി. സമാധാനം. ശരിയായ ഉത്തരം ബി. ഭക്ഷണം. നവോമി മരുമക്കളോട് എവിടേക്ക് മടങ്ങിപ്പോകാനാണ് പറഞ്ഞത്? ഓപ്ഷനുകൾ: എ. മാതൃഭവനങ്ങളിലേക്ക്, ബി. യെരൂശലേമിലേക്ക്, സി. അരാമിലേക്ക്, ഡി. ബേത്ലഹേമിലേക്ക്. ശരിയായ ഉത്തരം എ. മാതൃഭവനങ്ങളിലേക്ക്. നവോമിയെ ചുംബിച്ച് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയ മരുമകൾ ആര്? ഓപ്ഷനുകൾ: എ. റൂത്ത്, ബി. ഹന്ന, സി. ഓർഫ, ഡി. മറിയം. ശരിയായ ഉത്തരം സി. ഓർഫ. നവോമിയോടുകൂടെ ഉറച്ചുനിന്ന മരുമകൾ ആര്? ഓപ്ഷനുകൾ: എ. എസ്തേർ, ബി. റൂത്ത്, സി. രാഹേൽ, ഡി. ഓർഫ. ശരിയായ ഉത്തരം ബി. റൂത്ത്. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം എന്നു പറഞ്ഞതാര്? ഓപ്ഷനുകൾ: എ. നവോമി, ബി. റൂത്ത്, സി. ഓർഫ, ഡി. ബോവാസ്. ശരിയായ ഉത്തരം ബി. റൂത്ത്. നവോമിയും റൂത്തും ബേത്ലഹേമിലെത്തിയപ്പോൾ ഏത് വിളവെടുപ്പ് കാലമായിരുന്നു? ഓപ്ഷനുകൾ: എ. മുന്തിരി, ബി. ഗോതമ്പ്, സി. ബാർലി, ഡി. ഒലീവ്. ശരിയായ ഉത്തരം സി. ബാർലി. തന്നെ നവോമി എന്ന് വിളിക്കാതെ എന്തു പേര് വിളിക്കാനാണ് അവൾ പറഞ്ഞത്? ഓപ്ഷനുകൾ: എ. സാറ, ബി. ബെഥാന്യ, സി. മാറ, ഡി. ഹന്ന. ശരിയായ ഉത്തരം സി. മാറ.
മാറ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഓപ്ഷനുകൾ: എ. വിശുദ്ധി, ബി. സമാധാനം, സി. സന്തോഷം, ഡി. കയ്പ്. ശരിയായ ഉത്തരം ഡി. കയ്പ്. നവോമിയുടെ ഭർത്താവായ എലിമലെക്കിന്റെ ബന്ധുവായ ധനവാൻ ആര്? ഓപ്ഷനുകൾ: എ. ബോവാസ്, ബി. മഫ്ലോൺ, സി. ഈശായി, ഡി. ഓബേദ്. ശരിയായ ഉത്തരം എ. ബോവാസ്. റൂത്ത് ആരുടെ വയലിലാണ് കതിർ പെറുക്കാൻ പോയത്? ഓപ്ഷനുകൾ: എ. നവോമിയുടെ, ബി. എലിമലെക്കിന്റെ, സി. ബോവാസിന്റെ, ഡി. അപരിചിതന്റെ. ശരിയായ ഉത്തരം സി. ബോവാസിന്റെ. വയലിലെ കൊയ്ത്തുകാരുടെ മേൽനോട്ടക്കാരൻ റൂത്തിനെ ആരോടൊപ്പം വന്ന സ്ത്രീയെന്നാണ് പരിചയപ്പെടുത്തിയത്? ഓപ്ഷനുകൾ: എ. ഓർഭായുടെ, ബി. എലിമലെക്കിന്റെ, സി. ബോവാസിന്റെ, ഡി. നവോമിയുടെ. ശരിയായ ഉത്തരം ഡി. നവോമിയുടെ. റൂത്തിനോട് തന്റെ വയൽ വിട്ട് മറ്റൊരിടത്തും പോകരുത് എന്ന് പറഞ്ഞതാര്? ഓപ്ഷനുകൾ: എ. കൊയ്ത്തുകാർ, ബി. ബോവാസ്, സി. നവോമി, ഡി. മേൽനോട്ടക്കാരൻ. ശരിയായ ഉത്തരം ബി. ബോവാസ്. ബോവാസ് കൊയ്ത്തുകാരോട് റൂത്തിനുവേണ്ടി എന്തു ചെയ്യാനാണ് കൽപ്പിച്ചത്? ഓപ്ഷനുകൾ: എ. പുറത്താക്കാൻ, ബി. അരിശം കാണിക്കാൻ, സി. ജോലി ചെയ്യിക്കാൻ, ഡി. കതിരുകൾ ബോധപൂർവം ഇട്ടുകൊടുക്കാൻ. ശരിയായ ഉത്തരം ഡി. കതിരുകൾ ബോധപൂർവം ഇട്ടുകൊടുക്കാൻ. റൂത്ത് അടിച്ചെടുത്ത ബാർലി ഏകദേശം എത്രയായിരുന്നു? ഓപ്ഷനുകൾ: എ. അര ഏഭ, ബി. 2 ഏഭ, സി. 1 ഏഭ, ഡി. 1 പറ. ശരിയായ ഉത്തരം സി. 1 ഏഭ. ക്വിസ് നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. തുടർന്നുള്ള ക്വിസുകൾ ലഭിക്കാൻ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ. എല്ലാവർക്കും നന്ദി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.